അവിടെയും കുത്തുന്നു ഇവിടെയും കുത്തുന്നു. നല്ല ഉറക്കത്തിലൊക്കെ ഈ കുത്ത് കിട്ടുന്നതെന്നുണ്ടെങ്കിലേ എടുത്തിട്ട് കൊല്ലാൻ തോന്നും. പറഞ്ഞു വന്നത് നമ്മുടെ കൊതുകിൻ്റെ കാര്യമാണ്. കൊതുകിനെ കൊല്ലാനായിട്ട് പലതരത്തിലുള്ള മരുന്നുകളൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. എന്നാൽ പിന്നെ കുഞ്ഞു മക്കളുടെ വീട്ടിലും പിന്നെ എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ള ആൾക്കാരുടെ അടുത്തൊന്നും നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ. എന്നാൽ പിന്നെ പേപ്പർ വെച്ചിട്ട് നമുക്ക് ആ കൊതുകിനെ ഒന്ന് തുരത്തി ഓടിച്ചാലോ. അതിനായിട്ട് ആദ്യമേ തന്നെ ഞാനിത് പേപ്പർ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെളുത്തുള്ളിയാണേ വേണ്ടുന്നത്. അപ്പോൾ വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി ഗ്രാമ്പു എടുക്കുക. അപ്പോൾ ഗ്രാമ്പു കുറച്ച് കൂടുതൽ അങ്ങ് എടുത്തോളൂ കേട്ടോ. പിന്നെ വേണ്ടുന്നത് ഒരു ചെറുനാരങ്ങയാണ്. അപ്പോൾ ചെറുനാരങ്ങയുടെ നീര് ഇതുപോലെ പിഴിഞ്ഞങ്ങ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ ഒരു വെളുത്തുള്ളിയുടെയും ഗ്രാമ്പൂടെയൊക്കെ സ്മെല്ല് എന്ന് പറയുന്നത് ഒരു കുത്തുന്ന സ്മെല്ലാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ പാറ്റയ്ക്കും പല്ലിക്കും കൊതുകിനൊന്നും ആ ഒരു സ്മെല്ല് അത്ര പിടിക്കില്ല കേട്ടോ. ഇനി ഇതിലോട്ട് തന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി നമ്മുടെ നാടൻ മഞ്ഞൾപ്പൊടിയൊക്കെ ആണെങ്കിൽ അത്രയും നല്ലതാണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഇതിപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അങ്ങ് അരച്ചെടുത്തോളൂ കേട്ടോ. അധികം വെള്ളമായി പോണ്ട, കുറച്ച് അരക്കാൻ പാകത്തിനുള്ള വെള്ളം അങ്ങ് ചേർത്തോളൂ. ഇനിയിപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നോക്കിയാൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്ത് അടിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഓരോ പേപ്പറായിട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ ഒരു മിക്സ് എടുത്തിട്ട് ഈ ഒരു പേപ്പറിൽ മുഴുവനായിട്ട് അങ്ങ് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ സൈഡിലുമായിട്ടും മുഴുവനായിട്ട് തന്നെ അങ്ങ് തേച്ച് കൊടുത്തോളൂ. അപ്പോൾ അതാണ് പറഞ്ഞത്, ആദ്യമേ തന്നെ നമ്മുടെ മിക്സ് എടുക്കുന്ന സമയത്ത് അധികം അങ്ങ് ലൂസായി പോകാൻ പാടില്ല. ഈ ഒരു കട്ടിയിൽ വേണം നമ്മളത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇതേ പേപ്പർ ഇതുപോലാണ് നമ്മൾ മടക്കിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അങ്ങ് മടക്കിയെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിത് എല്ലാം പേപ്പറിലാക്കി അങ്ങ് മടക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പേപ്പറിലല്ലെങ്കിൽ നമുക്ക് തുണിയിലും ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ നോക്കിയ ഒരു കോട്ടൺ തുണിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ തുണിയിലോട്ട് നമുക്ക് ഈ ഒരു മിക്സ് എടുത്തിട്ട് എല്ലാ ഭാഗത്തും അങ്ങാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാനിത് എല്ലാ ഭാഗത്തോട്ടും അങ്ങ് തേച്ചൊരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതും ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിപ്പോൾ നല്ല ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തോളൂ. അപ്പോൾ തുണിയിലോട്ട് നമ്മളിതെല്ലാം ആക്കി കൊടുത്തതിന് ശേഷം തുണി എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് അങ്ങ് വെക്കുക. എന്നിട്ട് നമ്മളിത് വെയിലിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് തുണിയും അതുപോലെ തന്നെ പേപ്പറും നന്നായിട്ട് വെയിലിൽ വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്കിത് കത്തിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ പേപ്പർ കത്തിക്കുന്നത് കാണിക്കാം. അപ്പോൾ ഞാനിത് നമ്മുടെ പേപ്പറിൻ്റെ ആ ഒരു ഇതെടുത്തതിന് ശേഷം രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിത് കത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് ഇതുപോലുള്ള ഒരു കോടാണ് എടുത്തേക്കുന്നത്. അതിലോട്ടാണ് പേപ്പർ കത്തിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ചിരട്ടയിലോ അല്ലെങ്കിൽ നമ്മുടെ പൊട്ടിയ സെറാമിക്കിൻ്റെ ഗ്ലാസ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതിലാണെങ്കിലും നമുക്കിതുപോലെ കത്തിച്ചിട്ട് അതിൻ്റെ പുകയാക്കി എടുക്കാം. അപ്പോൾ നല്ലോണം കത്തി വന്നാലേ അതിൻ്റെ പുക നന്നായിട്ട് അങ്ങ് ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് രണ്ടും ഇതിലോട്ട് അങ്ങ് കത്തിച്ച് വെച്ചതിന് ശേഷം ഇതിപ്പോൾ നമ്മുടെ കട്ടിലിൻ്റെ അടിയിൽ അല്ലെങ്കിൽ കുട്ടികളൊക്കെ തൊട്ടിലൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തായിട്ടൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് തുണി എങ്ങനെയാണ് കത്തിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ തുണി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തിരിച്ചിലൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു രീതിയിൽ അങ്ങ് മടക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇതങ്ങ് കത്തിക്കുമ്പോൾ ആ ഒരു പുക കൊണ്ട് നമ്മുടെ കൊതുകങ്ങ് ഓടിപ്പോവേ. പിന്നെ ഈ ഒരു സ്മെല്ല് നമ്മൾ ശ്വസിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ലല്ലോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. യാതൊരു തരത്തിലുള്ള കെമിക്കലോ ഒന്നും നമ്മളിതിൽ ചേർത്തിട്ടുമില്ല. അതുകൊണ്ട് കൊതുകിനെ ഓടിക്കാനായിട്ട് ഇതുപോലുള്ള ടിപ്സൊക്കെ എല്ലാവരും ഒന്ന് യൂസ് ചെയ്യുക. എല്ലാവർക്കും നല്ലതാണല്ലോ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.